കൊല്ലത്ത് കമ്മീഷണർ ഓഫീസിന് സമീപം വയോധികനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. തമിഴ്നാട് തക്കര സ്വദേശി വിജു സുരേഷാണ് പിടിയിലായത്. സൂര്യഗായത്രി കൊല്ലത്ത് ചെയ്യുന്നു. സൂര്യഗായത്രി, നേരത്തെ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. രണ്ടിലും ഒരാൾ തന്നെയാണ് പ്രതിയെന്ന് മോഡസ് ഓപ്പറാൻഡി അടക്കം പരിഗണിച്ച് പോലീസ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ പിടിയിലായ പ്രതിക്ക് ഈ പറഞ്ഞ കൊലപാതകത്തിന് അപ്പുറത്തേക്ക് രണ്ടാമത്തെ വയോധികന്റെ കൊലപാതകത്തിലും പങ്കുള്ളതായി പോലീസ് പറയുന്നുണ്ടോ? ആ സീരിയൽ കില്ലർ എന്ന നിഗമനത്തിലേക്ക് ഇയാളിലാണോ പോലീസ് എത്തിച്ചേരുന്നത്? സുഹൈൽ, വിശാലമായിട്ട് നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് പ്രതി പിടിയിൽ എന്നുള്ള വാർത്ത ഇപ്പോൾ ലഭിക്കുന്നത്. തക്കല സ്വദേശിയായിട്ടുള്ള വിജു ആണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വാൽപ്പാറയിൽ നിന്നുമാണ് വിജുവിനെ പിടികൂടിയിരിക്കുന്നത്. 4 സംഘങ്ങളായിട്ട് തമിഴ്നാട്ടിൽ നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കൊല്ലം നഗരത്തിൽ ഈ കഴിഞ്ഞ മാസം 24-ാം തീയതി അർദ്ധരാത്രിയിൽ നടന്ന കമ്മീഷണർ ഓഫീസിന് സമീപം നടന്ന കൊലപാതകത്തിലെ പ്രതി പിടിയിൽ എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. നേരത്തെ തന്നെ, അതായത് അതിന് തൊട്ട് മുമ്പ് നടന്ന ഏപ്രിൽ 19-ന് നടന്ന ഒരു കൊലപാതകവുമായിട്ട് ഈ കൊലപാതകത്തിന് സാമ്യമുണ്ട്. അത് ചെയ്തത് രണ്ടും ഒരേ പ്രതി ആയിരിക്കാം എന്നുള്ള സംശയമൊക്കെ പോലീസ് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കമ്മീഷണർ ഓഫീസിന് സമീപം നടന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന വയോധികന്റെ കൊലപാതകം, അതിന്റെ പ്രതിയെയാണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് തമിഴ്നാട് വാൽപ്പാറയിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പോലീസ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് കൊല്ലത്ത് നിന്നും പ്രതി പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് തമിഴ്നാട്ടിലേക്ക് പ്രതി എത്തി എന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുകയും അത് കേന്ദ്രീകരിച്ചുള്ള വിശാലമായിട്ടുള്ള അന്വേഷണം പോലീസ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തുകയും ചെയ്തു. തമിഴ്നാട് പോലീസിന്റെ ഒക്കെ സഹായത്തോടെയാണ് അന്വേഷണം നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനൊടുവിലാണ് വാൽപ്പാറയിൽ നിന്നും ഇപ്പോൾ തക്കല സ്വദേശിയായിട്ടുള്ള വിജു എന്നയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇനി ഇയാളെ കൊല്ലത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. ആ ചോദ്യം ചെയ്യലിനൊടുവിലായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള വിശദീകരണം. എടുത്ത് നോക്കുമ്പോൾ രണ്ടാമത് നടന്ന കൊലപാതകത്തിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത്. ആദ്യം നടന്ന വയോധികന്റെ കൊലപാതകം, അതായത് 1 മാസത്തിന് മുമ്പ് നടന്ന വയോധികന്റെ കൊലപാതകത്തിൽ ഇനിയും പ്രതി പിടിയിലായിട്ടില്ല. ഈ രണ്ടാമത്തെ കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഇവർ തമ്മിൽ, കൊല്ലപ്പെട്ടവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഇനിയിപ്പോൾ രണ്ടാമത്തെ കൊലപാതകം എടുത്ത് പരിശോധിച്ചാൽ തന്നെ പ്രതിക്ക് കൊല്ലപ്പെട്ടയാളുമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമുള്ളതായി വിവരം ലഭിക്കുന്നുണ്ടോ? സുഹൈൽ, ഏപ്രിൽ 19-നും അതുപോലെ തന്നെ കഴിഞ്ഞ മാസം 24-ാം തീയതി അർദ്ധരാത്രിയും കൊല്ലപ്പെട്ട 2 പേരുടെയും സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇവർ 2 പേരും കടവരാന്തകളിൽ അന്തി ഉറങ്ങുന്ന, അങ്ങനെ ചോദിക്കാൻ മറ്റ് ആളുകളില്ലാത്ത വയോധികരാണ് എന്നുള്ളതാണ്. ഇവരെ കൊലപ്പെടുത്തിയ രീതികളിലും ചില സമാനതകൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരുടെയും കൊലപാതകം നടത്തിയത് ഒരാളാണ് എന്നുള്ള ചില സംശയത്തിലേക്ക് പോലീസ് എത്തിയത്. മാത്രവുമല്ല, ഈ ഒരു തമിഴ്നാട് സ്വദേശിയുടെ സാന്നിധ്യം, അത് ഈ കൊല്ലം നഗരത്തിൽ അയാൾ തന്നെയാണ് ആ വയോധികനെ കൊലപ്പെടുത്തിയത് എന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചെങ്കിലും ഇയാളുടെ സാന്നിധ്യം ആദ്യ കൊലപാതകം നടന്ന സ്ഥലത്തുകൂടി ലഭിച്ചതോടുകൂടിയാണ് പോലീസ് ആ സംശയം കുറച്ചുകൂടി ബലപ്പെടുത്തിയത്. എന്തായാലും ഇയാളെ പിടികൂടിയ സാഹചര്യത്തിൽ ഇയാളെ കൊല്ലത്തെത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ആദ്യം നടന്ന കൊലപാതകത്തിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുക. എന്തായാലും നിലവിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സീരിയൽ കില്ലർ ആയിരിക്കാം ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള സംശയമാണ് പോലീസിനുണ്ടായിരുന്നത്. എന്തായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇയാളെ എത്തിച്ചതിന് ശേഷം വിശദമായിട്ട് ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ കൊലപാതകങ്ങൾ രണ്ടിനും ഇയാൾക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം 24-ാം തീയതി അർദ്ധരാത്രിയിൽ കൊല്ലം നഗരമധ്യത്തിൽ നടന്ന കൊലപാതകത്തിലെ പ്രതിയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. തക്കല സ്വദേശിയായിട്ടുള്ള വിജുവിനെ തമിഴ്നാട് വാൽപ്പാറയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും കൊല്ലപ്പെട്ടവർ തമ്മിൽ ബന്ധങ്ങളില്ല, പക്ഷേ പശ്ചാത്തലം സമാനമാണ്. ചോദിക്കാൻ ആരുമില്ലാത്ത അനാഥരായ കടത്തിണ്ണയിൽ ഉറങ്ങുന്ന 2 വയോധികരാണ്. ഇതിൽ രണ്ടാമത് കൊല്ലപ്പെട്ട വയോധികനുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. പക്ഷെ ആദ്യ സ്ഥലത്തും ഈ പ്രതിയുടെ സാന്നിധ്യമുണ്ട്. അതായത് ഇയാൾ തന്നെയാണ് 2 കൊലപാതകം നടത്തുന്ന അനുമാനം പോലീസിലുണ്ട്. പക്ഷെ ഉറപ്പിക്കാൻ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. എന്തായാലും സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന തമിഴ്നാട് സ്വദേശി വിജു പിടിയിലായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സൂര്യഗായത്രി കൊല്ലത്ത് റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.